അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആണ് അല്ലേ. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ പാർവതി. അപ്പം ഇന്ന് December 4 ഇന്നാലും നിങ്ങൾ ഈ വ്ലോഗ് കാണും. അപ്പോൾ ആക്ച്വലി ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ ഒരുങ്ങി രാവിലെ സുന്ദരിയായിട്ട് പുറത്തോട്ട് പോവാണ്. കൊല്ലം വരെ പോകാമെന്ന് വിചാരിച്ചൊന്നുമില്ല. ഞാൻ ഒറ്റയ്ക്കുള്ള അമ്മ വീട്ടിലുണ്ടാവും. അപ്പോൾ ഞാൻ വെച്ച് കൊല്ലത്ത് ജസ്റ്റ് ഒന്ന് കറങ്ങാം. പിന്നെ എനിക്ക് ദേവിയുടെ വീട്ടിൽ പോകണം. അവൾ ഇന്ന് ക്യാമ്പിനോ, അപ്പോൾ അവളെ കൊണ്ട് പോകണം. പിന്നെ ഉച്ചയ്ക്കൊരു ലഞ്ച് കഴിക്കാം എന്നൊക്കെയാണ് പ്ലാൻ. അപ്പോൾ നമുക്കിവിടെ നിന്ന് ഇറങ്ങാം. ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. അപ്പം ഇവിടുത്തെ കൊല്ലം സുഡിയോ ഓപ്പൺ ആയി. നമുക്കൊന്ന് സുഡിയോയിൽ കയറാം. എന്തായാലും ബർത്ത്ഡേ അല്ലേ, അപ്പം നമുക്ക് വല്ല കളക്ഷൻസ് ഉണ്ടെങ്കിൽ എടുക്കാം. പോവാം. അപ്പൊ നമ്മുടെ കൊല്ലം സുഡിയോ റിനോവേഷൻ കഴിഞ്ഞ് ഓപ്പൺ ആയി. പിന്നെ അതിലെ കൂടെ പോയപ്പോൾ ഒന്ന് ജസ്റ്റ് കയറി നോക്കാമെന്ന് വിചാരിച്ചാൽ എനിക്ക് തോന്നുന്നു അത് ഓപ്പൺ ആയി December 4-നാണെന്ന്. ഇതായിരുന്നു എന്താ നമ്മുടെ സ്റ്റുഡിയോ. അത് കഴിഞ്ഞ് ഞാൻ അമ്മാമ്മയുടെ വീട്ടിലോട്ട് വന്നു. അമ്മാമ്മ അവിടെ ചെല്ലാൻ പറഞ്ഞു ബർത്ത്ഡേ ആയിട്ട്. അത് കഴിഞ്ഞത് ഇവളെ കൊണ്ട് കോളേജിലാക്കി. ബാവാമ്മ ഉണ്ടായിരുന്നു, നമുക്കിന്ന് ക്യാമ്പ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ ഓൾ സീസണിലേക്ക് ഫുഡ് കഴിക്കാൻ വരുമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഓൾ സീസണിലപ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഓൾ സീസണിൽ കയറാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇത് അവളുടെ എൻട്രൻസ് ആണ്. അവൾ റിസപ്ഷനിലേക്ക് കയറി പോകുന്നിടത്ത് റൈറ്റും ലെഫ്റ്റും ഒരു കുട്ടി ഫിഷ് ടാങ്ക് ഒക്കെ ഉണ്ട്. ഇത് ഓൾ സീസണിലേക്കുന്ന എൻട്രൻസ് ആണ്. ആക്ച്വലി സൂപ്പർ ആയിരുന്നു കേട്ടോ. ഇതാണ് ആ ഫിഷിൻ്റെ ഇത്. അവിടെ അത് ഫിഷസ് ഉണ്ട് കേട്ടോ, അപ്പുറത്തുണ്ട് ഇപ്പുറത്തും ഉണ്ട്. നല്ല സ്റ്റാഫും നല്ല ആംബിയൻസ് ആൻഡ് അറ്റ്മോസ്ഫിയർ സൂപ്പർ സ്ഥലമായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് മുമ്പേ പോകേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഇത് അവരുടെ റിസപ്ഷൻ ഏരിയ ആണ്. അടിപൊളി ഒരു നല്ലൊരു വൈബാണ്, ഒരു നൈസ് ആൻഡ് റിലാക്സിങ് വൈബാണ് ആക്ച്വലി. പിന്നെ ഇത് നമ്മുടെ റെസ്റ്റോറൻ്റ് ആണ്. നേരെ അഷ്ടമുടിക്കായലിനെ ഫേസ് ചെയ്ത് സൂപ്പറായിട്ട് ആസ്വദിച്ച് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. നമുക്ക് ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പറ്റും. അതെ, അനിയൻ അതിൻ്റെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവിടുത്തെ ഒരു ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. ഞങ്ങൾ വാങ്ങിച്ചത് ഫൂൾക്കയും ചിക്കൻ ലോലിപോപ്പ്, സ്റ്റാർട്ടറായി ഡ്രാഗൺ ചിക്കൻ, അവൻ ഫ്രൈഡ് റൈസും ആണ് വാങ്ങിയത്. നല്ല ഫുഡായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞങ്ങൾ ഫ്രൂട്ട് സാലാഡ് വിത്ത് ഐസ്ക്രീമും ഫ്രൂട്ട് സാലാഡും ആണ് വാങ്ങിച്ചത്. പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി ഞങ്ങളിത് ലെഫ്റ്റിൻ്റെ ബാക്കി വന്നത് പാർസൽ ചെയ്ത് വാങ്ങുകയാണ് കേട്ടോ. പിന്നെ അവിടെ കണ്ടോ മൺട്രോ ഐലൻഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഓൾ സീസണിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. എനിക്ക് അവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടു. നല്ല അറ്റ്മോസ്ഫിയർ ആണ്. നല്ല അറ്റ്മോസ്ഫിയർ മാത്രമല്ല, ഫുഡ് കഴിക്കാൻ ആംബിയൻസ് നമുക്ക് ഡയറക്റ്റായിട്ട് അഷ്ടമുടി ലേക്കിൻ്റെ വ്യൂ കിട്ടും. ഞങ്ങൾ വാങ്ങിയത് ഡ്രാഗൺ ചിക്കനും ഫുൾക്ക, പൊറോട്ട, ഫ്രൈഡ് റൈസ്, ഫ്രൂട്ട് സലാഡ്, പിന്നെ ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീമുമാണ് വാങ്ങിയത്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല അറ്റ്മോസ്ഫിയർ അവിടെ ഫുൾ ഞങ്ങൾ ചുറ്റി കാണുകയൊക്കെ ചെയ്തു. പൂൾസിലും കാര്യങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് അടുത്തത് എവിടെയാ? ഇനി നമുക്കൊന്ന് അവിടെ ക്യൂട്ടി പൈയിൽ പോകണം. അവിടെ പോയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ടാണ് പോകുന്നത്. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ എന്താണ്ട് വീട്ടിലേക്ക് വന്നു. ഇതാണ് ഒരു ദിവസത്തെ എൻ്റെ ഡേ എന്ന് പറഞ്ഞാൽ. ഇത് ഞങ്ങളുടെ ഫാമിലിയാണ്. ഇതായിരുന്നു എൻ്റെ ഒരു കുട്ടി ബർത്ത്ഡേ വ്ലോഗ്. ആക്ച്വലി എനിക്ക് ഈ ബർത്ത്ഡേ വ്ളോഗിൻ്റെ എൻഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം എൻഡിങ് എടുക്കുന്നത്. അപ്പം ഇത് എൻ്റെ കുട്ടി ഒരു ബർത്ത്ഡേ വീഡിയോ ആണ്. ആക്ച്വലി എപ്പോഴും ഇങ്ങനെയാണ് ഞാൻ ബർത്ത്ഡേസ് നിൽക്കാറ്. പിന്നെ ഓരോ ടൈം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഫ്രണ്ട്സിൻ്റെ നിന്നൊക്കെ സർപ്രൈസസ് ഒക്കെ ഇട്ട്. പക്ഷേ അറ്റ് ലാസ്റ്റ് എൻഡ് ഓഫ് ദ ഡേ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു കേക്ക് കട്ടിങ്ങും കുഞ്ഞമ്മയും എല്ലാ ഫാമിലിയൊക്കെ ഉണ്ടാവും. ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ് ഇങ്ങനെ ഒരു ബർത്ത്ഡേ എപ്പോഴും ആഘോഷിക്കാൻ പറ്റുന്നതിൽ. പറ്റാത്ത ടൈമേ എനിക്ക് ഒരു ഓൾറെഡി ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എനിക്ക് ആഘോഷിച്ചേ പറ്റൂ ബർത്ത്ഡേ അങ്ങനെ ടൈം സംഭവം ഇല്ല. ബിക്കോസ് ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ പറയാറുണ്ട് ഐ എം ഓക്കെ വിത്ത്, ഞാൻ ഭയങ്കര ഓക്കെ ആണ്. ബിക്കോസ് ഞാൻ അഡ്ജസ്റ്റബിൾ ആവുന്ന ഒരു പേഴ്സൺ ആണ്. സോ ഐ എം ഓക്കെ വിത്ത് എവറിത്തിങ്. സോ പക്ഷെ എനിക്ക് ഓരോ ബർത്ത്ഡേ ഓരോ സ്പെഷ്യാലിറ്റീസ് ആണ്. പിന്നെ എന്നെ ഒരുപാട് പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി പണ്ട് തൊട്ടേ റീഷെയറിങ് നടത്താത്ത ഒരാളാണ് എൻ്റെ മെൻഷൻസ് ഒന്നും. ബിക്കോസ് ഒരാളെ വിട്ടുപോയാലോ. അപ്പം എനിക്ക് എൻ്റെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നവരെല്ലാം കുറച്ച് 2-3 റീഷെയറിങ്സ് ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ബാക്കി റീഷെയറിങ്സ് ഞാൻ ചെയ്യാത്തത് വേറൊന്നുമല്ല. പക്ഷെ ഞാൻ എല്ലാവർക്കും പേഴ്സണലി താങ്ക്സ് പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് താങ്ക്സ് ഉണ്ട്. കാര്യം രാത്രി 12 മണിക്ക് വിളിച്ച് അപ്പം എന്താ പറയുക, രാത്രി 12 മണിക്ക് വിളിച്ച് കറക്റ്റായിട്ട് വിഷ് ചെയ്തവരുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഈവൻ അത് കഴിഞ്ഞ് കുറേ വിഷ് ചെയ്തവരുണ്ട്. പ്രതീക്ഷിക്കാത്ത കുറേ പേര് വിഷ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ പ്രയേഴ്സും ബ്ലെസ്സിങ്സും ഗിഫ്റ്റ്സും ഒക്കെ ആയിട്ടുള്ളൊരു എല്ലാ പ്രാവശ്യവും എന്നെക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ദിവസങ്ങളാണ്. അപ്പോൾ പിന്നെ ഇപ്രാവശ്യത്തെ ഒരു ആകെയല്ല ചെറിയൊരു വിഷമം എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത്ഡേയിലും ദേവിയും ചേട്ടനും അതുപോലെ തന്നെ എന്താ പറയുക ചേട്ടനെ കാണാൻ എനിക്ക് പറ്റി. അവരും എനിക്ക് സർപ്രൈസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ദേവീനെ കണ്ടു. ബിക്കോസ് അവൾക്ക് ക്യാമ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവളെ ഞാൻ കൊണ്ടാക്കിയിട്ടാണ് അവളെ എനിക്ക് കാണാൻ പറ്റി. പക്ഷെ ഞാൻ സുനിച്ചേട്ടനെ എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട്.
എൻ്റെ കൂടെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണല്ലോ, അപ്പോൾ കാണാൻ പറ്റില്ല. ബിക്കോസ് പുള്ളി ഇപ്പോൾ ട്രിവാൻഡ്രത്താണ്, അപ്പോൾ എനിക്ക് കാണാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഭയങ്കര എന്താ പറയുക സന്തോഷമാണ്. എനിക്ക് പൊതുവേ അങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് അയ്യോ എൻ്റെ ബർത്ത്ഡേ ആണ് അങ്ങനെ എക്സൈറ്റഡ് ആവുന്ന ഒരാളല്ല. പക്ഷേ കുഞ്ഞിലെ 2 ആഗ്രഹങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ പറയുന്നത് എപ്പോഴെങ്കിലും എൻ്റെ ആഗ്രഹങ്ങൾ നടന്നാലോ, ഇവൻ ലേറ്റ് ആയിട്ടാണെങ്കിലും ചിലപ്പോൾ നടന്നു പോയാലോ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആഗ്രഹങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ ഉച്ചയ്ക്ക് ഞാനും എൻ്റെ ബ്രദറും കൂടെ പോയി ഫുഡ് കഴിച്ചു. അപ്പോൾ ആ വീഡിയോസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതായിരുന്നു എൻ്റെ കുട്ടി ബർത്ത്ഡേ വ്ളോഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ക്രിസ്മസ് സീസണാണ്. സോ കുറച്ച് ക്രിസ്മസ് റിലേറ്റഡ് മേക്കപ്സ് അങ്ങനത്തെ കുറേ ടിപ്സൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ കുറച്ച് അല്ലാത്ത വീഡിയോസൊക്കെ വരുന്നുണ്ട്. നല്ല യൂഷ്വൽ കോമൺ വീഡിയോസൊക്കെ വരുന്നുണ്ട്. സോ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. സോ അടുത്തൊരു വീഡിയോ ആയിട്ടുള്ളവരെ ടാറ്റാ.